Hello friends, welcome back to the brand new episode of Fade Video. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് ഒരു ആക്സിഡന്റ് പറ്റി ഒരു വണ്ടി നമ്മൾ ഇടിച്ചിട്ട് നിർത്താതെ പോവുകയാണ്. അപ്പോൾ ആ വണ്ടിയുടെ നമ്പർ നമ്മൾ നോട്ട് ചെയ്തു. പക്ഷേ ആ വണ്ടി ആരുടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ വണ്ടി ആരുടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഒരു ആപ്ലിക്കേഷന്റെ സഹായമുണ്ട്. ആ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിനായിട്ട് വെഹിക്കിളിന്റെ ഓണേഴ്സ് ഡീറ്റെയിൽസ് മാത്രമല്ല ആ വെഹിക്കിളിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷന് ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് കാർ ഇൻഫോ എന്നാണ്. കാർ ഇൻഫോ എന്ന് സെർച്ച് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കുറച്ച് ഇന്റർഫേസ് വരും. ഇവിടെ വെഹിക്കിൾ ഓണർ സെർച്ച്, അതുപോലെ തന്നെ ചെല്ലാൻ സെർച്ച്, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, റീസെയിൽ വാല്യൂ കാൽക്കുലേറ്റർ, അങ്ങനെ പറഞ്ഞ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഫ്യൂവലിന്റെ വില ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്യൂവൽ പ്രൈസ് ഇന്ത്യൻ ഓയിൽ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫ്യൂവലിന്റെ പ്രൈസ് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെലിബ്രിറ്റി കാർസ്, അതായത് നമ്മുടെ സെലിബ്രിറ്റീസിന്റെ കാറൊക്കെ അറിയാനായിട്ട് പറ്റുന്നത്. ഇവിടെ നമ്മുടെ സൽമാൻ ഖാനിന് കാർ ഏതാന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതെ ഫസ്റ്റ് ഓണർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, മോട്ടോർ കാറ്. അപ്പൊ നമുക്ക് ഇവിടെ കാറിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ ബെൻസ് കാറാന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മെഴ്സിഡീസ് ബെൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ അതിന്റെ ക്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേരുടെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ കാറിന്റെ വില അറിയണം അല്ലെങ്കിൽ ബൈക്കിന്റെ വില അറിയണമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആണ്. ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് കാറിന്റെ ബൈക്കിന്റെ ഒക്കെ വില അറിയാനായിട്ട് സാധിക്കും. ഇത് ഇവിടെ 390 ഡ്യൂക്ക് എന്ന് പറഞ്ഞ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വില എത്രയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ അതിന്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളും ഉണ്ട്. പ്രൈസ് 2.17 lakhs ആണ്. KTM ആണ് മേക്കർ. 25.7 കിലോമീറ്റർ അതിന്റെ മൈലേജ് കിട്ടും. പെട്രോൾ ആണ് ഫ്യൂവല്. എന്നിങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു വണ്ടിയുടെ വെഹിക്കിൾ ഓണർ ഡീറ്റെയിൽസ് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക നോക്കാം. അപ്പൊ നമ്മുടെ വെഹിക്കിൾ ഓണർ സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ വണ്ടിയുടെ നമ്പർ എന്താണോ കണ്ടത് ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ എന്റെ നമ്പർ എൻ്റർ ചെയ്യാണ്. ഓക്കെ, ഞാൻ ഇപ്പൊ എന്റെ വണ്ടിയുടെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തു. അത് നമ്മൾ സെർച്ച് കൊടുക്കുകയാണ്. സെർച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇത് ലോഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ സ്റ്റെപ്പായിട്ടാണ് ലോഡാവുന്നത്. 23 കോടി വണ്ടികളുടെ ഇടയിലാണ് നമ്മുടെ വണ്ടി കണ്ടുപിടിച്ചത്. നമ്മുടെ വെഹിക്കിളിന്റെ ഓണർ ഡീറ്റെയിൽസ് ഒക്കെ വന്നിരിക്കുന്നു. ഫസ്റ്റ് ഓണർ ആണെന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ട്. വണ്ടിയുടെ മോഡൽ ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്. വെഹിക്കിളിന്റെ ക്ലാസ് ഏതാണ്, എഞ്ചിൻ നമ്പർ ഏതാണ്, ചേസ് നമ്പർ എന്താണ്, എന്നാണ് രജിസ്റ്റർ ചെയ്തത്, ഫിറ്റ്നസ് എന്ന് വരെയുണ്ട്, ഇൻഷുറൻസ് എന്ന് വരെയുണ്ട്. അതുകൂടാതെ മറ്റൊരു ഫീച്ചറാണ്, നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഇൻഷുറൻസ് തീരുമ്പോൾ നമുക്ക് റിമൈൻഡർ വരാൻ പാകത്തിന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ ഈ ഒരു വണ്ടിയുടെ ഇൻഷുറൻസ് തീരുന്നത് 10 സെപ്റ്റംബർ 2020 ആണ്. അതിനു മുമ്പായിട്ട് നമുക്ക് റിമൈൻഡർ ലഭിക്കുന്നതാണ്. പിന്നെ വെഹിക്കിളിന്റെ ഏജ് എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 4 years 7 months 5 days എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കളറ്, ഫ്യൂവല്, അങ്ങനത്തെ കാര്യങ്ങൾ, വെയിറ്റ്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ വണ്ടി ഇപ്പൊ നമുക്ക് വാങ്ങണമെങ്കിൽ ഇതിന്റെ പ്രൈസും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ചെക്ക് പ്രൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈക്കാണ്, ഹീറോ ആണ്, നമ്മുടെ മോഡൽ സെലക്ട് ചെയ്യുക, ഇയർ സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെഹിക്കിളിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഏത് RTOയുടെ കീഴിലാണ് ഈ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അറിയാനായിട്ട് സാധിക്കും. ആ നമ്പറും ഉണ്ടാവും. അവിടെ വിളിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ച് വണ്ടി നിർത്താതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ RTO ഓഫീസിലേക്ക് വിളിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പൊ അവർ അതിന് വേണ്ടിയിട്ടുള്ള നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷനിൽ അടുത്തതാണ് ചെല്ലാൻ സെർച്ച് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ചെല്ലാൻ പെൻഡിങ് ഉണ്ടോ എന്ന കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ സ്റ്റാറ്റസും അതിന്റെ വാലിഡിറ്റിയും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ കുറിച്ച് നമുക്ക് പറ്റും. പിന്നെ റീസെയിൽ വാല്യൂ കാൽക്കുലേറ്റർ, അതായത് നമ്മുടെ വണ്ടിയുടെ റീസെയിൽ വാല്യൂ ഇതിൽ നിന്നും അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ വണ്ടിയുടെ റീസെയിൽ വാല്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ റീസെയിൽ വാല്യൂ എത്രയാണെന്ന് നോക്കാനായിട്ട് താഴെ ചെക്ക് വാല്യൂ കാൽക്കുലേറ്റ് വാല്യൂ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വാല്യൂ ആണ്. നമ്മുടെ എക്സ്പെക്ടഡ് വാല്യൂ 20,000 to 21,500 ആണ്. അപ്പോൾ നമ്മുടെ കിലോമീറ്റേഴ്സ് ഡ്രൈവ് വേണം, അതുപോലെ തന്നെ CC കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഇതാണ് അതിനെ കുറിച്ചുള്ള. പിന്നെ ഗുഡ് പ്രൈസ് ആണ്. നമ്മുടെ കണ്ടീഷൻ ഗുഡ് ആണെങ്കിൽ ഇത്രയും പ്രൈസ് കിട്ടും. വെരി ഗുഡ് ആണെങ്കിൽ നമുക്ക് എക്സലന്റ് ആണെങ്കിൽ 22,000 രൂപ കിട്ടും. ഫെയർ ആണെങ്കിൽ 20,000 to 21,000.
ഓക്കെ, പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് അവിടെ താഴത്തായിട്ട് ന്യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ന്യൂസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. നമ്മുടെ വെഹിക്കിൾസിനെ കുറിച്ചുള്ള എല്ലാ ന്യൂസും കാര്യങ്ങളും ഇവിടെ ലഭിക്കും. പിന്നെ ആർ ടിയുടെ വാർത്തകൾ ഇവിടെ ലഭിക്കും. ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അബൌട്ട് ലൈസൻസ് യൂഡാണോ ഒക്കെ പറഞ്ഞ വീഡിയോസ് കാര്യങ്ങൾ, പിന്നെ അങ്ങനെ നമ്മളെ എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ്. പിന്നെ കാർസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, കാർസിന്റെ വിലയും കാര്യങ്ങളും എല്ലാം ലഭിക്കും. പിന്നെ ബൈക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പൊ ഏറ്റവും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് ഇത് എനിക്ക് തോന്നി. പ്ലേ സ്റ്റോറിൽ ഏകദേശം 4.7 റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അറിയുന്നത് നമ്മുടെ കോട്ടയം കേരളയിലെ ഫ്യൂവലിന്റെ പ്രൈസ് ആണിത്. 71.76 രൂപയും 66.3 രൂപയാണ് ഡീസലിന്. അപ്പം നമുക്ക് സിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ ഞാൻ ഇതിന്റെ അകത്ത് നോക്കിയപ്പോ എന്തോ എറണാകുളം കണ്ടില്ലേ, ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഫ്യൂവലിന്റെ പ്രൈസിന്റെ അലേർട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടും. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് വണ്ടിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷനിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും വളരെ മികച്ചൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു കാർ ഇൻഫോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വണ്ടിയുടെ തന്നെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കറക്റ്റാണ് വലിയത്. എന്തുകൊണ്ടും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ വണ്ടിയെ കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങൾക്കും അറിയാൻ പറ്റുന്ന ഒരു മികച്ചൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ എഡ്യൂടെക് സൈനിങ് ഔട്ട്.